ഇവിടെയൊക്കെ സ്റ്റുഡൻസ് ഉണ്ട്. ഇവിടുത്തെ കുട്ടികൾ ഇവിടെ പഠിക്കുന്ന പിള്ളേരാട്ടാ. ഞാൻ പറഞ്ഞ ഖുർആൻ അക്കാഡമി. ഖുർആൻ അക്കാഡമി ആണല്ലേ. 2018 ഈ ഒരു കൺസെപ്റ്റിൽ നമ്മുടെ ഡയറക്ടർ ഡോക്ടർ സുബൈർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹായ് ചെയ്യാമല്ലോ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ, അപ്പോൾ ചെങ്ങന്മാരെ, ഇപ്പം ഞങ്ങൾ സാറന്മാരെ എങ്ങോട്ടും യാത്ര പറയാണ്, ഇറങ്ങുവാണ് ഞങ്ങൾ. ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ. എത്ര ദിവസമായി സാറേ ഞങ്ങളിവിടെ? ഒരാഴ്ചയായില്ലേ? പിന്നെ മാത്രമല്ല, അടിപൊളി. തീർച്ചയായും നമ്മളെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രേക്ഷകന് ഇതുമായി പാസ്സാവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തുകൂടാ നമുക്ക്. അതത്രേ ഉള്ളൂ. അത് എന്നെ വിളിച്ചാൽ മതി. സാറിന്മാരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ നമ്പർ നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ രാവിലെ തന്നെ വണ്ടിയിൽ നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റി ഫുൾ ടൈറ്റാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് സ്കൂളുണ്ട്, കുട്ടികളൊക്കെ വന്നു തുടങ്ങി. 9 മണിക്ക് എപ്പോഴാണ്? 9:30 9:15 സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്. 9:15 സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ വളരെ സന്തോഷം സാറേ. പോവാണ്. ഓക്കെ, എന്നാ കയറല്ലോ. മാഡത്തിനോട് പറഞ്ഞോട് ഞങ്ങൾ പോയി. ഓക്കെ, അപ്പം ഞങ്ങൾ ഇറങ്ങി തന്നെ പറയും. സ്കൂളിൻ്റെ ഈ കവാടവാതിൽ കഴിഞ്ഞാൽ അല്ലേ, ഇതൊന്നും തുറക്കണല്ലോടാ. തുറക്കണ്ടേ? ഇത് നമ്മുടെ എന്താ സെക്യൂരിറ്റി അല്ലേ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ. പോണേ. Kerala. Okay, bye. Thank you. ചങ്ങന്മാരെ, ഞങ്ങള് ഇറങ്ങിയിട്ടുണ്ട്. പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ന വഴി തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കിഷൻഗഞ്ചിലേക്കാണ് പോകുന്നത്. അവിടേക്ക് നമുക്കവിടെ ഒരു പ്രധാനപ്പെട്ട ഒരാളെ കാണാനുണ്ട്. ഞങ്ങള് ശരിക്കും നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വരേണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മളുടെ ഈ ഒരു ട്രാക്ക് മുഴുവനാവുക. പക്ഷേങ്കില് നിർഭാഗ്യവശാൽ നമ്മൾക്കന്ന് അവിടെ കയറാൻ പറ്റിയില്ല. ഇപ്പോ സത്യം പറഞ്ഞ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തോ ഒരു ഇടങ്ങേറുള്ള പോലെ അല്ലടാ. പിന്നെ നമ്മൾ സാറ് പോയി മരിക്കാൻ ഒരു ഇടങ്ങേറില്ല നമുക്ക്. ഇന്നിപ്പോ അവർക്കും ചെറിയൊരു വെറി ഉണ്ടാവാൻ സാധ്യത. ഫുൾ ടൈം നമ്മളെല്ലാവരും പാടെ നിന്നതായത് കൊണ്ടേ അതാണല്ലോ അതിന്റെ ഇത്. പറഞ്ഞിട്ട് കാര്യമില്ല, നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ 2 ദിവസം കുറച്ച് ദിവസം ഉണ്ടാവും. നമുക്ക് എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ തുടരെ നിക്കുക എന്നുള്ളതല്ലല്ലോ. അല്ല, നമ്മള് യാത്ര ചെയ്ത് ഇങ്ങനെ ഓരോ ഏരിയകളിൽ കുറിച്ചിങ്ങനെ പോവുകയാണല്ലേ. നമ്മൾ ഇത്രയും ദിവസം നിന്നത് സാഹചര്യത്തിന്റെ മർദ്ദനം കൊണ്ട് മാത്രമാണ്. നമുക്ക് അതിനുള്ള സാഹചര്യം അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ദിവസം നിന്നത്. ഇല്ലാന്നാണെങ്കിൽ നമ്മൾ ഇത്ര ദിവസം നിൽക്കൂല. ഇനി നമ്മൾക്ക് എന്തായാലും ഹൈവേയിൽ എത്തട്ടാ. ഇതൊക്കെ നമ്മൾ വന്ന വഴിയാണ്. ഇതിന് മുമ്പൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തന്നതാണ് ഇവിടുത്തെ ഈ വഴിയും വഴിയിൽ നിൽക്കുന്ന ആളുകളും ഗ്രാമീണ കാഴ്ചകളും ഗ്രാമീണ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നാട് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഹൈവേയിലോട്ട് പിടിക്കാം. ഞങ്ങളങ്ങനെ ഹൈവേയിൽ കയറിയിട്ടുണ്ട്. വെറും മഞ്ഞില് ഓട കെട്ടിക്കിടക്കണം. മഞ്ഞാണ് ഇവിടെ. എന്താ 9:20. 9:20 സൂര്യൻ വന്നിട്ടില്ല. ഇല്ല, ഇവിടെ നമ്മള് വന്നിട്ട് ആകെ 1 ദിവസം 2 ദിവസം നമ്മളെ സൂര്യനെ കണ്ടത്. എല്ലാ ദിവസമൊക്കെ ഇങ്ങനെ തന്നെയാണ്. എല്ലാ ദിവസമൊക്കെ ഇങ്ങനെ തന്നെ. അപ്പൊ ഞങ്ങള് പോകുന്നിടത്ത് വേറെ വിഷയം എന്താ വെച്ചാല്, ഞങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് അവരെ കോണ്ടാക്റ്റിൽ കിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മളുടെ പ്ലാൻ ആകെ തകിടം മറിയുമെന്ന് അറിയില്ല.
കോണ്ടാക്റ്റിൽ അവരെ കിട്ടണം. എന്നാലേ ഉള്ളൂ നമുക്കറിയാം നമ്മൾ എവിടെയാണ് അവരുള്ളത് കറക്റ്റ് അറിയില്ല. അതാണ് പ്രശ്നം. അതായത് നമ്മൾ ചെങ്ങഞ്ചി ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ റോഡ് തന്നെ നമുക്ക് ഫുള്ളായിട്ട് പോകാനുള്ളത്. ഇത് പിന്നെ നേരെ ഹൈവേക്ക് പോയി ചാട് ചെയ്യാം. 80 കിലോമീറ്റർ ഈ റോഡ് പോയിട്ട് പിന്നെ ഹൈവേയിലോട്ട്, അതായത് 4 ലൈൻ പാതയിലോട്ട് പോയി ചാടും. അങ്ങനെ ഞങ്ങൾ പൂർണിയ എത്തിയിട്ടാ. പൂർണിയ ഈ റോഡിന് പോയാല് പൂർണിയയിലേക്ക് പോവാം. പൂർണിയ ടൗണിക്കൊക്കെ വണ്ടികളുണ്ടോ നോക്കണം. കാരണം കുറച്ച് ഗുവാഹട്ടിക്കൊക്കെ നമ്മൾ വന്ന വഴി തന്നെയാണത്. പോകുന്ന വഴിക്ക് നമ്മളുടെ സ്റ്റിയറിങ് പോകുന്ന വഴിക്കൊന്ന് നിർത്തേണ്ടി വന്നു. സ്റ്റിയറിങ് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഇതിന് മുമ്പ്. നമുക്ക് എന്താ പറയുക, സിക്കിമിലേക്ക് പോയപ്പോൾ എന്തത് ജഹാംഗീർ നഗർ നിയർ മസ്ജിദ് സ്റ്റേഷൻ മോർ അറാറിയ ബീഹാറിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ വണ്ടീൻ്റെ സ്റ്റിയറിങ് ഒരു കീറിയ സൗണ്ടൊക്കെ നമ്മൾ കേട്ടേക്കും. സിലിഗുറിയിൽ നിന്ന് നമ്മൾ സിക്കിമിൽ നിന്ന് നമ്മൾ പോരുമ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട് അല്ലേ? അത് നമ്മൾ വെൽഡ് ചെയ്യുന്നു. അതെ പക്ഷേങ്കിൽ അതിന് താഴത്തൊരു പൊട്ടുണ്ട്. അതായത് ആ ഒരു പൊട്ടാണ് ഈ പ്രശ്നം. ആ പൊട്ട് വെൽഡ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാമത് പൊട്ടി വലുതായിട്ടുണ്ട്. അത് ശരിക്കും കഴിച്ചിട്ട് വെൽഡ് ചെയ്യണം അല്ലേ? കഴിച്ച് വെൽഡ് ചെയ്യണം. അപ്പോൾ എന്താ നമ്മളെന്താ വെച്ചാൽ അന്ന് നമ്മൾ സിക്കിം പോലും നമ്മൾ ഹൈ ആയിട്ടുള്ള ഏരിയകളിലൊന്നും പോവാതെ തിരിച്ചു പോകുന്നത് നന്നായി. ഇന്നും തന്നെ ഇപ്പോൾ നമ്മൾ ഹൈവേയിൽ അങ്ങനെ നല്ല സ്പീഡിലാണെന്ന് ആലോചിച്ച് നോക്കാം. സ്റ്റിയറിങ്ങും വണ്ടി കിട്ടൂല. എന്താ ചെയ്യുക? ഓരോ ചായ കുടിക്കുകയായിരുന്നു. ചായ ഞങ്ങൾ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണത്. ലിറ്റി എന്ന് പറയുന്നത് സംഭവമാണ്. കഴിക്കാൻ എന്തെങ്കിലും കടലക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ അതിനുള്ള സംഭവം എന്താ ടേസ്റ്റ് എന്താ അവസ്ഥ അറിയില്ല. ഓനെ ചായ വാങ്ങണ്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലും ഉണ്ടല്ലോ സാധനങ്ങൾ. ചിക്കനാണ്, മുട്ടയോ. അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു വിധത്തിൽ റെഡിയായി തോന്നുന്നു. എന്താ അറിയില്ല, സ്റ്റാർട്ടൊക്കെ ആക്കിയാണ്. ഞങ്ങൾക്ക് ഓരോ ചെയർ ഇട്ടാൽ നിൽക്കണേ. അവിടെ ഇങ്ങനെ ഇരിക്കണം അല്ലേ? കൊള്ളാം. ഞങ്ങൾ പോയിട്ട് ഭക്ഷണം വന്ന് ഇരിക്കുവാണ് അവിടെ. അത് തിരിയുണ്ടോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം. തിരിഞ്ഞാൽ മതിയായിരുന്നു. നാടത്തോളം തിരിക്കണ്ടേ? പിന്നെ അലൈൻമെൻറ്റ് പറ്റിയിരിക്കണ. അലൈൻമെൻ്റൊക്കെ ചെക്ക് ചെയ്യാനായിക്കണേ. എന്തായി? നമ്പർ പ്ലേറ്റ് ഒന്ന് ശരിയാക്കാണ്ട് അല്ലേ? വണ്ടിൻ്റെ അലൈൻമെൻ്റ് ആണെന്ന് തോന്നുന്നു അവർ നോക്കണം അല്ലേ? അതൊന്ന് കറക്റ്റ് ആക്കാണ്ട് ആ സൈഡ്. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാട്ടെ ഇങ്ങനത്തെ സംഭവം. രണ്ട് സൈഡ് നോക്കണ്ടേ? 4 വീലില്ലേ? അപ്പൊ ഞങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചു നേരമായി. ഇപ്പൊ അങ്ങോട്ട് വണ്ടിക്ക് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. നമുക്ക് ഇപ്പൊ എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ പറ്റുള്ളൂ. ഇത് 3D അലൈൻമെന്റ് ചെയ്യണം. മനസ്സിലായോ? മനസ്സിലായി. എന്താ വെച്ചാൽ ഇപ്പൊ ഓടിക്കാനൊക്കെ സുഖമുണ്ട്. ശരിയിലുള്ള ഈ സ്റ്റിയറിങ്ങിന്റെ ഒരു വലത്ത് കൊടുത്തുണ്ട്. വലിയ അധികമല്ല, ഒരു ചെറിയൊരു പിടുത്തമുള്ളൂ. അതൊരു നമുക്ക് നല്ലൊരു സ്ഥലത്ത് എത്തിയിട്ടേ അലൈൻമെന്റ് നല്ല രീതിയിൽ ചെക്ക് ചെയ്യിക്കാം. ഓക്കെ. പോകുന്ന വഴിയിൽ കാണുന്ന ഒരു സംഭവമാണത്. ചാണകമാണല്ലേ? ഇങ്ങനെ എന്താ സംഭവം? നമ്മൾ കണ്ടിട്ടുള്ളൂ. അതാണ്. അത് അവിടെ മാത്രമൊന്നല്ല. ഇതൊക്കെ കർഷകരുടെ ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നന്നായിട്ട് ഗോക്കളും ഉണ്ട്. അപ്പൊ ചാണകം അവര് കാട്ടി വെക്കുന്ന ഒരു പരിപാടിയാണത്. ഇത് അവര് എന്തേലൊക്കെ ഒരു പ്രധാന ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടാവാം. നമ്മളിതിന്റെ ഉപയോഗം കാണാത്തോണ്ടാണ്. ഹൈവേ അടിപൊളിയാണ്. ഹൈവേനെ കുറിച്ച് പറയാൻ ആവശ്യമില്ലല്ലോ. ഹൈവേ ഉണ്ടായതുകൊണ്ട് കൃത്യസമയത്ത് നമുക്ക് എവിടെയാണെങ്കിലും എത്താൻ വേണ്ടി പറ്റും. നമുക്ക് പക്ഷെ അധികം ദൂരമൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് 22 കിലോമീറ്റർ കൂടി ഹൈവേ ഉള്ളൂ. പിന്നെ നമ്മൾക്കൊരു എന്താ പറയാ 22 പറയുമ്പോ 5, 8, 13 കിലോമീറ്റർ നമ്മൾക്ക് ഉള്ളിലേക്ക് കയറാണ്ട്. കുറച്ച് നാഷണൽ ഹൈവേയിൽ നിന്നും നമ്മള് APJ അബ്ദുൽ കലാം റോഡിലേക്ക് കയറുക. ഇതാണ് ആ റോഡ്. ആ റോഡിലേക്ക് കയറുക. നമ്മളെ പർവത്തൊക്കെ ഉള്ളത് പോലത്തെ ഒരു ചെറിയൊരു വഴി തന്നെയാണ്.
ഒരു പ്രധാന മെയിൻ റോഡാത്. പല ഹൈവേ കഴിഞ്ഞ ഇവരുടെ പ്രധാന ഒരു മെയിൻ റോഡാണ് ഇങ്ങനത്തെ എത്തല്ലേ. കടുകുംപാടാണ് ഫുള്ളായിട്ട് കടുകാണ് നമ്മ കാണാൻ വേണ്ടി പറ്റും. ആ കാണുന്ന ബിൽഡിങ്ങൊക്കെയാണ് ഞങ്ങൾ പോണത്. ആ ഒരെണ്ണം വൈക്കൊരു കിടക്കാച്ച് വില്ലേജ് ഉണ്ടായിരുന്നു. അതെ, പക്ഷേങ്കില് അവിടുന്ന് ക്യാമറ ഒന്നും എടുത്തില്ല ഞങ്ങള്. പറയാൻ പറ്റൂല, ക്യാമറ ഒക്കെ എടുത്താലേ ഹെഡ് എൻഡിങ് ഒക്കെ നടക്കാണ്. അതുണ്ടാവും. അല്ല, അത്രയും ടൈറ്റ് ഏരിയയാണ്. പിന്നെ അവിടെ കുട്ടികളാണെങ്കിലും നമ്മൾക്ക് കണ്ടന്റ് അത് ചെയ്യാൻ പറ്റാത്ത ഷോട്ടുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ മൈൻഡ് ആക്കാൻ ഏതായാലും ഇവിടേക്കുള്ള വഴി ഏതാ അറിയില്ല. നമ്മൾ ഈ വഴിയിൽ നിന്ന് ഇവിടുന്ന് മാറി കയറാണ്ടാകട്ടെ. അത് അതിലേ നോക്കട്ടെ. നീ അറിഞ്ഞാ പാടത്ത് കൂടെ പോയി വഴിയാണ്. ഏതായാലും അവിടേക്കടെ എത്തട്ടെ. അല്ലടാ, അവിടെ എത്തിക്കോട്ടെ ചങ്ങന്മാരെ. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, പറബത്തയിൽ നിന്നും ഏകദേശം 180ഓളം കിലോമീറ്റർ. അതുപോലെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും കിഷൻഗഞ്ചിലേക്ക് തിരിച്ചു വന്നത് എന്തിനാണെന്നല്ലേ? ആരെ കാണാനാ, എന്ത് കാണാനാ അല്ലേ? ഞങ്ങൾ ഈ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാൻ വേണ്ടി വന്നതാണ്. ഇതൊരു എന്താ പറയുക, നന്മയുടെ പ്രസ്ഥാനമാണത്. അല്ലേ, ഒരു നന്മയുടെ പ്രസ്ഥാനമാണ്. അത് അറിയണമെങ്കിൽ നമുക്ക് സാറന്മാരെ തന്നെ നേരിട്ട് സംസാരിച്ചിട്ട് കാര്യം പറയാം. അവരൊക്കെ ഉള്ളിലാണ്. ഇവിടെയൊക്കെ സ്റ്റുഡൻസ് ഉണ്ട്. ഇവിടുത്തെ കുട്ടികൾ ഇവിടെ പഠിക്കുന്ന പിള്ളേരാട്ടോ. എന്താ അവർക്ക് ഭയങ്കര കൗതുകമാണ്. ഒന്നുമില്ലാതെ നമ്മൾ കേരളത്തിൽ നിന്നല്ല വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇക്ക നിങ്ങളൊന്ന് വരി. ഇവിടുത്തെ എൻജിനീയറാണ് വർക്കിൻ്റെ അല്ലേ? ഫുൾ വർക്ക് നിങ്ങളാണ് ചെയ്യണേ. പേര് ഷാഫിക്ക. നാട് മുക്കം. അദ്ദേഹം മുക്കത്തുനിന്നാണ്. കുക്കുവിനറിയാം അല്ലേ? കുക്കുവിനറിയാം. അത് നമ്മളെ എന്താ പറയുക, ഇവിടെ എത്തിയിട്ട് നമ്മളെ വീഡിയോ കണ്ട നമ്മുടെ ഫാമിലിയിൽ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷം അല്ലേ? മൂപ്പര് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നമ്മളെ പരിചയപ്പെടുത്തേണ്ടി വന്നില്ല. പിള്ളേരെ കണ്ട എല്ലാവരും നല്ല ചിരിയിലാണ്. ഇവര് കൗതുകത്തിലാണ് അല്ലേ? അല്ല, ഇതിപ്പോ നിങ്ങൾ എത്ര വർഷമായി? 4 മാസം. വേറെ ആരും ഉണ്ടോ വർക്കേഴ്സ് മലയാളികളായിട്ട്? ഇല്ല, ഇവിടുത്തെ ആളുകൾ തന്നെയാണല്ലോ ചെയ്യണേ. ആ, സാറന്മാരൊക്കെ കുറച്ച് ബിസിയാണ്. നമുക്കവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇക്കാൻ്റെ ടീമിൻ്റെ വർക്കാണ് ഇത്. ഏത് നിങ്ങളല്ലേ? അനാർക്ക് ബിൽഡേഴ്സ് മുക്കം. ആ, ഇവിടെ ഫുള്ള് ഇഷ്ടിക കേട്ടോ. നമ്മളകത്ത് പോലെ വെട്ടുകല്ലല്ല. പിന്നെ ഇവർ സ്ട്രോങ് ആയിട്ട് ഇവിടുത്തെ ഈ മണ്ണിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ചെയ്യണ്ടേ പില്ലറൊക്കെ? നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യണം. പിന്നെ നല്ല വർക്ക് അവിടെ നല്ല ഇത് മസ്ജിദ് പള്ളിയാണ്. പള്ളിയുടെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല അല്ലേ? പള്ളിയായി വരണം. പള്ളിയായി വരുമ്പോഴേ നമ്മൾക്കിത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. പിന്നെ ഇത് പള്ളി, അത് കിച്ചൺ ബ്ലോക്ക് അല്ലേ? ഇപ്പോൾ പിന്നെ നമ്മുടെ നിസ്കാരം കാര്യമൊക്കെ കോളേജിൻ്റെ അല്ലേ അകത്ത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ പള്ളി ഏകദേശം എത്ര ടൈം എടുക്കും പൂർണ്ണമായിട്ടും? ഒരു വർഷം കൊണ്ട് അല്ലേ? ഫാസ്റ്റാണ്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയായി? കാലാവസ്ഥൻ്റെ നിർത്തി വെച്ചു. സ്റ്റാർട്ട് ചെയ്തിട്ട് 15 ദിവസം ആണോ? ഓ, ഇവിടെയൊക്കെ എന്താ വെച്ചാൽ നമുക്ക് തന്നെ അറിയാം. ഞാനിപ്പോൾ നമ്മളെ സ്കൂളിൽ ആ ഒരു കറിവേപ്പില കുഴിച്ചിടാല്ല കുഴി എടുത്തപ്പോൾ തന്നെ കണ്ടില്ലേ മണ്ണിൻ്റെ അവസ്ഥ? അതുപോലത്തെ മണ്ണായിരിക്കും. പിന്നെ നമ്മൾ മണ്ണിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ പിന്നെ നമ്മൾ വണ്ടി ചളിയായത്. അപ്പോൾ അത്രയും സ്ട്രോങ്ങിൽ ചെയ്യണമെങ്കിൽ അതൊരു പണിയാണ് അല്ലേ? അതിന് കുറച്ച് ചിലവുമാണ്. കാരണം നമ്മളവിടെ നാട്ടിലെ വയലുമായിട്ടുള്ള സ്ഥലമാണ്. വയലുമാരില്ല, പക്ഷെ അതിൽ നിന്നും കുറച്ചും കൂടി ലൂസാണല്ലേ ഈ മണ്ണ്? ഈ മണ്ണ് പിന്നെ ഫില്ല് ചെയ്യണാണ് അടിയിൽ. അതാണ് ലെവല്. ഓ, അതാണ് ലെവല്. ഓ, നമ്മൾ പൊന്തിക്കണതാണല്ലേ? ഓക്കെ. എന്താ നമ്മുടെ കമ്പനിയുടെ പേര് പറഞ്ഞ? അനാർക്ക് ബിൽഡേഴ്സ് മുക്കം. മുക്കത്ത് എവിടെയത്? അരീക്കോട് റോഡിന് അവിടെ ഓഫീസ് കാര്യമൊക്കെ ആയിട്ട് ആളുണ്ടാവും ഫുൾ ടൈം. അങ്ങനെയെങ്കിലും നമ്മളെ സാറന്മാർ വന്നിട്ടുണ്ട്. സാറിന് സ്വയം സാർ പരിചയപ്പെടുത്താണ്. വളരെ സന്തോഷമായി. എൻ്റെ പേര് ജമാൽ ഹുദൈ. ഇവിടെ കുർത്തുബയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ജോയിൻ ചെയ്തിട്ട് 2 വർഷത്തോളമായി. വീട്
കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ആനക്കര ആനക്കര തൃത്താല മണ്ഡലത്തിലെ ആനക്കരയാണ് വീട്. ഓ, പാലക്കാടാണല്ലേ? പാലക്കാട് ജില്ലയാണ്. മലപ്പുറം പാലക്കാട് ബോർഡറിലാണ് തൃത്താല വരുന്നത്. അതെ അതെ അതെ. പിന്നെ സാറേ? ഞാൻ ഹാഷിം, കണ്ണൂരാണ്. ഇവിടെ സ്ഥാപനത്തിൽ കുർത്തുബയിൽ അക്കാഡമിക് കോർഡിനേറ്ററായിട്ട് ഒരു വർഷത്തോളം വർക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പം നല്ല ഗ്രാമീണമായ ഒരു അന്തരീക്ഷമാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം നമ്മുടെ സ്ഥാപനം. റൈറ്റ് ടു എഡ്യൂക്കേഷനാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബീഹാറിൽ വളരെ വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നാക്കാവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ നമ്മൾ കുട്ടികൾക്ക് റെസിഡൻഷ്യലായിട്ട് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ പ്രാഥമിക ഉദ്ദേശം. അതായത് ഫ്രീ ആണ്, കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ റെസിഡൻഷ്യലായിട്ട് അവർക്ക് ഫുഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾ സെക്കൻഡറി എഡ്യൂക്കേഷനും ഇപ്പോൾ സീനിയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ ക്ലാസ് തുടങ്ങി. നമ്മൾ ഇനി മുന്നോട്ട് ഇങ്ങനെ ഡിഗ്രിയും അതേപോലെ PG ഒക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള പ്ലാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ്. 2018 ഈ ഒരു കൺസെപ്റ്റിൽ നമ്മുടെ ഡയറക്ടർ ഡോക്ടർ സുബൈർ ഹുദവി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുറത്തൊരു നോർത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ആളുകളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു സ്വപ്നവുമായിട്ടാണ് സുബൈർ ഹുദവി ഇവിടെ വരുന്നത്. ഒരു വർഷത്തോളം മൂപ്പര് മൊത്തം സന്ദർശിച്ച് എന്ത് തുടങ്ങണം, എന്ത് സ്ഥാപനം തുടങ്ങണം എന്നുള്ള ചിന്തയിൽ നിന്ന് മൊത്തം ഫീൽഡ് പഠനം നടത്തിയിട്ടാണ് രാജ്യത്തിന് ഉപകരിക്കുന്ന, രാജ്യത്തിൻ്റെ നിർമ്മാണത്തിന് ഉപകരിക്കുന്ന നല്ല സോഷ്യൽ എൻജിനീയേഴ്സിനെ വേണമെന്നുള്ള ഒരു താല്പര്യത്തിൽ നിന്നാണ് ഈ കുർത്തുബ ലീഡർഷിപ്പ് അക്കാഡമി തുടങ്ങുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. നിലവിൽ നമ്മൾ ഫസ്റ്റ് ബാച്ചിൽ അന്ന് 55 കുട്ടികളാണ് അഡ്മിഷൻ എടുത്തത്. 2018 തുടങ്ങി. നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് കിഷൻഗഞ്ചിലെ ടൗണിൽ നിന്നൊരു 4 കിലോമീറ്റർ അടുത്തുള്ള ഒരു വാടക കെട്ടിടത്തിലായിരുന്നു ഫസ്റ്റ് തുടങ്ങിയത്. പിന്നീട് നമ്മളിപ്പോൾ ഒരു 18 കിലോമീറ്റർ അപ്പുറത്തേക്ക് സ്ഥലം വാങ്ങിച്ചു. 2 വർഷമായി ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്, ഈ സ്ഥാപനം ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകുന്നു. ഒരുപാട് പ്രൊജക്റ്റുകളാണ് കുർത്തുബ വെൽഫെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ ഫൗണ്ടേഷൻ്റെ കീഴിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ലീഡർഷിപ്പ് അക്കാഡമി. 5 വർഷമായി നിലവിൽ 307 കുട്ടികളാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കുർത്തുബ ലീഡർഷിപ്പ് അക്കാഡമിയിലും ഒരു ഖുർആൻ അക്കാഡമി ഉണ്ട്. അതിൽ 34 കുട്ടികളുമായിട്ട് നമ്മൾ നമ്മൾ കോഴിക്കോട് തണൽ ട്രസ്റ്റുമായിട്ട് സഹകരിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കിഷൻഗഞ്ച് ജില്ലയിൽ തന്നെ ഒരൊറ്റ സ്പെഷ്യൽ സ്കൂളുകളില്ല എന്നുള്ളതാണ്. ഇല്ല കിഷൻഗഞ്ച് ജില്ലയിൽ തന്നെ ഇല്ല. സ്പെഷ്യലി അബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി കുറെ പാരന്റ്സ് ഒക്കെ അവരെ അവോയ്ഡ് ചെയ്തൊരു സിറ്റുവേഷനിലാണ് ഉള്ളത്. ടേക്ക് കെയർ ചെയ്യുന്ന ഇല്ലാത്ത രീതിയിലാണ്. അപ്പം അങ്ങനത്തെ കുട്ടികളെ അവരെ റെസിഡൻഷ്യലായി കൊണ്ടുവന്നിട്ട് അവർക്ക് ബേസിക് എഡ്യൂക്കേഷനും അതേപോലെ അവർക്ക് സ്പെഷ്യലി നീഡഡ് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ പ്ലാന്. പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മുടെ വെൽഫെയർ ഫൗണ്ടേഷൻ ഒരു സിസ്റ്റർ ഓർഗനൈസേഷൻ കൂടിയുണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. പ്രയാൻ ഫൗണ്ടേഷൻ ആണ് പേര്. പ്രയാൻ ഫൗണ്ടേഷൻ. അതിന് കീഴിൽ ഇപ്പോൾ നമ്മൾ നിലവിൽ എഡ്യൂക്കേഷൻ കൂടുതൽ ഫോക്കസ് കരിയർ നമ്മൾ കോഴിക്കോടുള്ള സിജി എന്ന് പറയുന്ന സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് കരിയർ ഗൈഡൻസ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളുകളിൽ, പ്രൈവറ്റ് സ്കൂളുകളിൽ, കോച്ചിങ് സെൻ്ററുകളിലൊക്കെ പോയിട്ട് കരിയർ ഗൈഡൻസ് അവയർനെസ് കൊടുക്കുക, മോട്ടിവേഷൻ കൊടുക്കുക, കുട്ടികളെ പിന്നെ ഹയർ എഡ്യൂക്കേഷന് പ്രേരിപ്പിക്കുക, അതിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. അതിന് കൂടാതെ ഗ്രാമങ്ങളിൽ നമ്മൾ ലേണിംഗ് സെൻറ്റേഴ്സ് പിന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. 10 ഗ്രാമങ്ങളിൽ ഇപ്പോൾ നിലവിൽ 10 ലേണിംഗ് സെൻ്ററുകളുണ്ട്. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളൊരു 6 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ ഒരു 30-35 കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ ഗ്രാമത്തിലുള്ള ഒരു ടീച്ചറെ വെച്ച് നമ്മളൊരു 2 മണിക്കൂറുള്ള ഡെയിലി 2 മണിക്കൂറുള്ള ഒരു ക്ലാസ്. ചിലപ്പം 10 വയസ്സായ കുട്ടികൾക്ക് ഇംഗ്ലീഷിൻ്റെ ബേസിക് ഉണ്ടാവില്ല, മാത്സിലെ കൂട്ടലും കുറക്കലും അറിയുണ്ടാവില്ല. അപ്പോൾ അവരുടെ വയസ്സിനനുസരിച്ച് 10 വയസ്സായ കുട്ടി മിനിമം നമ്മുടെ നാട്ടിലൊക്കെ ഒരു 4ാം ക്ലാസ്സിലെത്തണം. അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേണിംഗ് ലെവലിലേക്ക് അവരെത്തിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു പർപ്പസ്. അപ്പോൾ അതൊരു പബ്ലിക്കാണ്, എല്ലാവർക്കും അതിൽ അഡ്മിഷൻ എടുക്കാം. നമ്മളതൊരു മഹാദളിത് ഗ്രാമത്തിൽ ആയിരുന്നു ആദ്യത്തെ ലേണിംഗ് സെൻറ്റർ ബീഹാറിലെ മിനിസ്റ്റർ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നിലവിൽ 10 സെൻറ്ററുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 319 കുട്ടികളാണ് അതിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടികൾ റെഗുലർ സ്കൂളിൽ പോകും. അതിനുവേണ്ടി നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അവരുടെ സ്വഭാവത്തിൽ, അവരുടെ കൾച്ചറിലൊക്കെ നമ്മൾ ഇടപെടും. കൂടാതെ നമ്മൾ അവർക്ക് 5 സബ്ജക്റ്റാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷ്, പിന്നെ ഹിന്ദി, ഉറുദു, മാത്സ്, GK. ഈ 5 സബ്ജക്റ്റിലും അവരെ
അവരുടെ ഒരു വയസ്സിനനുസരിച്ചുള്ള ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേണിംഗ് ലെവലിൽ എത്തിക്കുക, പിന്നെ അവരെ സ്കിപ്പ് ചെയ്യാൻ നെക്സ്റ്റ് ടീമിലെടുക്കുക. അപ്പോൾ പിന്നെ അവർക്കിപ്പോൾ 9 വയസ്സായ കുട്ടിക്ക് 4ാം ക്ലാസ്സിൻ്റെ വിദ്യാഭ്യാസത്തിൽ പിന്നെ 4ാം ക്ലാസ്സിൽ പോയിട്ട് കുട്ടിക്ക് പഠിക്കാം സുഖമായിട്ട്. അങ്ങനെ ബേസിക് എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് ഇതുപോലെ ഡ്രോപ്പ് ഔട്ട്സ് ആയ കുട്ടികളെ തിരഞ്ഞെടുക്കുക, അവരെ കണ്ടുപിടിച്ച് അവരെ കൊണ്ടുവന്നിരുത്തി അവർക്ക് സ്കൂളിൽ അവരെ ഏജ് അപ്രോപ്രിയേറ്റുള്ള ക്ലാസ്സിലെത്താനുള്ള ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്തിട്ട് അവരെ സ്കൂളിലേക്ക് അയക്കുക. പിന്നെ അവർക്ക് സ്കൂളിലേക്ക് പോയാൽ പിന്നെ ആ ഒരു ഗ്യാപ്പ് അവർക്ക് ഫീൽ ആവില്ല. ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതായത് ഗാന്ധിജി പറഞ്ഞ പോലെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രാമ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങിക്കിടക്കുകയാണ്. വിദ്യാഭ്യാസപരമായിട്ട് ഇവിടുത്തെ ജനത വളരെ പിന്നോക്കാവസ്ഥയിലാണ്. അത് നമ്മുടെ മിക്ക ഗ്രാമങ്ങളിലും ബീഹാർ പ്രത്യേകിച്ച് ഇവിടെ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ ഉണ്ട്, പക്ഷേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം പ്രോപ്പർ അല്ല. ഇതിലെ വളരെ നമ്മുടെ കേരളത്തിനുള്ളതും പുറത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ പുറത്തുനിന്നുള്ള മലയാളികൾ വളരെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമ്മളെല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല സപ്പോർട്ട് നമുക്ക് കേരളത്തിനും അതേപോലെ പ്രവാസികളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു പ്രതീക്ഷ അവരാണ്. ഈ നിലവിലുള്ള അക്കാഡമിക് ഇയറിൽ നമ്മൾ പബ്ലിക് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് സ്റ്റാർട്ട് ചെയ്യാനുള്ള പിന്നെ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 to 8 നമുക്കിപ്പോൾ ബീഹാർ ബോർഡിൻ്റെ അഫിലിയേഷൻ ലഭിച്ചു കുർത്തുബ സ്കൂളിന്. അപ്പോൾ ഇനി +2 വരെയുള്ള അഫിലിയേഷന് വേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അക്കാഡമിക് ഇയറിൽ തന്നെ നമ്മൾ പള്ളിനോട് അടുത്തിട്ട് നമുക്ക് സ്കൂളിൻ്റെ പ്രൊജക്റ്റ് ആയിട്ടുണ്ട്. പബ്ലിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അതായത് മറ്റൊരു ബിൽഡിങ്, അതായത് റെസിഡൻഷ്യലായിട്ട് കുട്ടികൾ നമുക്ക് ഒരു വർഷം ലിമിറ്റ് ഉണ്ട്, നമുക്ക് 70 കുട്ടികളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഈ നിലവിലുള്ള പക്ഷെ നമുക്കൊരു വർഷം 600ഓളം 700-ലേറെ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 70 എടുക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ക്വാളിറ്റി കൺസേൺ ആണ്, സൗകര്യങ്ങളുടെ ഒരു വിഷയമുണ്ട്. അപ്പൊ ബാക്കിയുള്ള എല്ലാവർക്കും റെസിഡൻഷ്യൽ ആയിട്ടല്ലാതെ ഡെയിലി വന്നു പോകുന്ന രീതിയിൽ എല്ലാ കുട്ടികൾക്കും താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ സൗകര്യം ഈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പബ്ലിക് സ്കൂളും കൂടി ഉടനെ തന്നെ ആരംഭിക്കാൻ പ്ലാൻ ഇടുന്നുണ്ട്. അതിൻ്റെ പറഞ്ഞതുപോലെ നമുക്ക് അതിൻ്റെ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു, അതിൻ്റെ അഫിലിയേഷനൊക്കെ കിട്ടി. നമ്മൾ വളരെ അടുത്ത അക്കാഡമിക് ഇയറിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഈ പരിസരത്ത് നമ്മൾ ക്യാമ്പസ് തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. ബീഹാറിന്റെ ഒരു എഡ്യൂക്കേഷനിലെ മുഖച്ഛായ മാറ്റാനുള്ള ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റണം. അതാണ് തീർച്ചയായിട്ടും അങ്ങനെ മാറണം. അത് മാറും, അത് ഉറപ്പാണ്. കാരണം നമ്മൾ 50-ൽ നിന്നും തുടങ്ങിയാൽ നമുക്കിപ്പോൾ ഈ ഒരു ലെവലിലേക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ലേ. അത് ഒരുപാട് ആളുകളുടെ എന്താ പറയുക സഹായമുണ്ട്, സ്നേഹമുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ നിങ്ങളുടെ ഈ ഒരു വില്ലേജിൽ നിങ്ങളുടെയും എന്താ പറയുക സാഹിബിൻ്റെ എല്ലാവരുടെയും കഠിന പ്രയത്നമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഭാവിയിലും സാഹിബ് പറഞ്ഞ പോലെ നമ്മൾ സ്ഥാപനം ഉദ്ദേശിക്കുന്നത് നാളേക്ക് വേണ്ടിയിട്ടുള്ള നേതാക്കന്മാരെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ. അതെ, നാളത്തെ ഇന്ത്യയെ നയിക്കാൻ സോഷ്യൽ എഞ്ചിനീയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. 10 ഏരിയ നിശ്ചയിച്ചിട്ട്, അതായത് സിവിൽ സർവീസ്, അതേപോലെ നിയമം, പിന്നെ അഡ്വക്കേറ്റ്സ്, പിന്നെ റിസർച്ച്, റിലീജിയസ് സ്കോളേഴ്സ്, അതേപോലെ ഓതേഴ്സ്, പബ്ലിഷേഴ്സ്, അങ്ങനെ 10ഓളം ഏരിയ കേന്ദ്രീകരിച്ചിട്ട് അതിൽ പുതിയ കുട്ടികളെ ഈ ഏരിയകൾക്ക് അവരുടെ ഇഷ്ടാനുസരണം അവരെ സ്കില്ല് ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് അതിനുവേണ്ട സപ്പോർട്ട് കൊടുക്കുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കോഴ്സുകൾ കൊടുക്കുക. അതായത് ബേസിക് എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ ഇവരൊരു 10 വർഷത്തെ ഡിഗ്രി അടക്കം സെക്കൻഡറി, സീനിയർ സെക്കൻഡറി, ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നാളെ ഒരു സൊസൈറ്റിയെ ലീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ലീഡറായി മാറ്റുക എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. അതെ അതെ, അത് നാളെ ബീഹാറിന് മാത്രമല്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു അല്ലേ. ഇന്ത്യ എന്ന ഒരു എന്താ പറയുക സുരക്ഷിതമായൊരു ഭാവി ഇന്ത്യയെ രൂപീകരിക്കാനുള്ള ഒരു പ്രയത്നം, എളിയ പ്രയത്നമാണ് അതാണ് നമ്മൾ ഈ കുർത്തുബ ഫൗണ്ടേഷൻ ചെയ്യുന്നത്. നമ്മളെ ഡയറക്ടർ ഡോക്ടർ സുബൈറുദ്ദീൻ്റെ സ്വപ്നം തന്നെ അത്രയും ഇന്ത്യയിൽ നല്ല ക്വാളിറ്റി ഉള്ള 100ഓളം സ്കൂളുകൾ, പബ്ലിക് സ്കൂളുകൾ സ്ഥാപിക്കണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ്. അതെ, അത് 2018 സാർ ഇങ്ങോട്ടേക്ക് വരുന്നത്. 2017 വന്നു. ഒരു 1 ഇയർ മൊത്തം ഇവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് ഫുള്ള് 1 ഇയർ ഇവിടെ കറങ്ങി സ്റ്റേ ചെയ്തിട്ട് ഇവിടെ എന്ത് തുടങ്ങണം ഓരോ ഗ്രാമങ്ങളിലും പോയി പഠിച്ചിട്ടാണ് ഈ കുർത്തുബ ലീഡർഷിപ്പ് അക്കാഡമി തുടങ്ങുന്നത്. ഡയറക്ടർ സാർ എഡ്യൂക്കേഷനിൽ എക്സ്പേർട്ടാണ്, PhD ഒക്കെ കഴിഞ്ഞ് JNU നമ്മളെ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PhD കഴിഞ്ഞത്. ഞങ്ങളൊക്കെ ഡയറക്ടർ സാർ ഞങ്ങളൊക്കെ
ചെമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിൻ്റെ അവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ്. ഓ അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും അവിടെ പഠിച്ചാലോ? എല്ലാവരും അവിടുത്തെ ഒരു അലുമിനിയാണ് നമ്മളതൊക്കെ ലീഡ് ചെയ്യുന്നത്, ഹാദിയ എന്ന് പറയുന്നത്. ഈ ബീഹാറിൽ ശരിക്കും 300ഓളം ഗ്രാമങ്ങളിൽ പ്രാഥമിക മതപാഠശാല കൂടി നടക്കുന്നുണ്ട്. ഇതേപോലത്തെ ഗ്രാമങ്ങളെ ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ്. നമ്മുടെ അലുമിനിയസിന്റെ കീഴിൽ തന്നെ വേറെ സ്ഥാപനം ബംഗാളിലും അതേപോലെ ആസാമിലും ഉണ്ട്. ഇതേ രീതിയിലുള്ള സംവിധാനം സിലബസ് ഒക്കെ ആയിട്ട് പോകുന്നത്. അപ്പൊ അതിന് ശേഷം നമ്മൾ ബീഹാറിലേക്ക് എത്തിയത്. ഇനി ഇതേപോലെ യുപിയിലും അതേപോലെ ആ രീതിയിലൊക്കെ നമ്മളെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത്തരം സ്ഥാപനങ്ങൾ. ആസാമിൽ പോയിരുന്നില്ല? ആസാമിൽ പോയി. ബാർപെട്ട ജില്ലയിലാണ്. നമുക്കറിയില്ലല്ലോ, നമുക്കറിവില്ലാത്ത. ബംഗാളില് ബീർഭൂമിയിലുണ്ട്. ഇതന്നെ ഞങ്ങള് എന്താ പറയാ, നമ്മള് ഇവിടേക്ക് വരണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പോയ ആളുകളാണ് 150 കിലോമീറ്റർ. പക്ഷേ എങ്കിൽ ഇവിടേക്ക് എന്തായാലും വരണം എന്നുള്ള അല്ലാതെ നമ്മൾ വരില്ലല്ലോ. കാരണം 2017 ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് ഈ ഒരു ഇവിടുത്തെ ഗ്രാമങ്ങളും കാര്യങ്ങളും കണ്ടിട്ട് സ്വയം തോന്നുവാണ് ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ലെവല്. ഈ ലെവലിൽ നിന്ന് നമുക്ക് ഇനി ഒരുപാട് ദൂരം പോകാണ്ട് എന്തായാലും നമ്മൾ പോവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും എന്താ പറയുക, എല്ലാവരും സഹകരണം ഉണ്ടാവട്ടെ അല്ലേ. അതുപോലെ തന്നെ യെസ്. എന്നാൽ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഒരു ചെറിയൊരു സംഭവമല്ല. ഒരാൾ വിചാരിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിൽ തോന്നിയ ആശയം വളർന്ന് ഇപ്പോൾ ഈ ഒരു ലെവലിലെത്തിയാണ്. ഇത് ഇത്രയൊന്നും വളർന്നാൽ പോരാ. നിങ്ങൾക്ക് കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും ഇത് ഈ ഒരു വളർച്ച പോരാ, ഇനിയും വളർന്നുകൊണ്ടേയിരിക്കണം അല്ലേ. എല്ലാവരുടെ സഹകരണം, തീർച്ചയായിട്ടും എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ ഒരുപാട് മേലെ നമ്മുടെ സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ അവരുടെ വില്ലേജും അവരുടെ രക്ഷിതാക്കളെയും ഒക്കെ നമുക്കൊരു കൈസഹായം പോലെ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി പറ്റും. എന്നാൽ പിന്നെ ഞങ്ങളിനി ഒന്നകത്ത് കയറട്ടെ കേട്ടോ. ചങ്ങന്മാരെ, ഇതാണ് ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സംഭവമാണ്. ഞങ്ങൾക്ക് കിടക്കാനുള്ള ബെഡ്, അതായത് 3 പേർക്ക് കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ ഉണ്ടാക്കി കുടിക്കാം, അതിനുള്ള സൗകര്യമുണ്ട്. ഫാനുണ്ട്, AC ഉണ്ട്, എല്ലാം ഉണ്ട്. അതിഗംഭീരമായൊരു. ഞങ്ങൾ സ്കൂളുകളിൽ നിന്ന് സ്കൂളുകളിലേക്കാണെന്ന് ഞങ്ങൾ കരുതരുത്. ഇതങ്ങനെയല്ല. നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുമോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ നന്മയാണ് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത്. ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിൻ്റെ പുറമെ അവരുടെ എല്ലാ ചിലവുകളും വഹിച്ചുകൊണ്ട് ആ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് അതൊരു ചെറിയ കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് എന്തൊക്കെയാണെങ്കിലും ഇങ്ങോട്ട് വരണമെന്ന് തീരുമാനിച്ചത്. സാറിപ്പോൾ ക്ലാസ് ഉണ്ട്? ഇല്ല, സ്റ്റഡി ടൈമാണ്. അപ്പോൾ പിള്ളേർ തന്നെ സ്വയം വന്നിരുന്ന് പഠിക്കും. 8 മണിയാണ്. ആണോ? നമ്മളാരും നിയന്ത്രിക്കൊന്നും വേണ്ട, അതൊക്കെ അവരങ്ങനെ ചെയ്തു. അവരെ വർക്കും കാര്യങ്ങളൊക്കെ എഴുതാനുള്ളതും പഠിക്കാനുള്ളതൊക്കെ ഒക്കെ അവർ ചെയ്തോളും അല്ലേ. കാരണം ഒരാളും നമ്മൾക്ക് എന്താ പറയുക അതിന് വേണ്ടിയിട്ട് മാറി നിൽക്കണ്ട അല്ലേ. ക്രിയേറ്റീവ് വർക്കുകൾ ചെയ്യാനുള്ള ബോർഡുകൾ ഓരോ ക്ലാസ്സിലുണ്ടാവും. അതായത് തമ്മിൽ യാതൊരു പ്രശ്നമൊന്നുമില്ല, സൗഹൃദത്തോട് കൂടിയിട്ട് അവർ അല്ലേ. അതിലൊന്നും പ്രയാസമില്ല. അതാ പറഞ്ഞത്, നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം വരും. നമ്മുടെ തുടക്കത്തിലെ നോട്ടമാണത് അല്ലേ. ഞാൻ പറഞ്ഞ ഖുർആൻ അക്കാഡമി. ഖുർആൻ അക്കാഡമിയാണല്ലേ. ഖുർആൻ ബൈ ഹാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇത് എങ്ങനെ എല്ലാ പിള്ളേരും പങ്കെടുക്കണം? അല്ല, ഇത് വേറെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യുന്ന കുട്ടികൾ മാത്രത്തിലുണ്ടാവും. അങ്ങനെയാണ്. 8 വയസ്സ് മുതൽ 8-9 വയസ്സുള്ള കുട്ടികൾ. 8-9 വയസ്സുള്ള കുട്ടികളല്ലേ. 3 വർഷം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും. 3 വർഷമാണ് ഇവർക്ക് ഈ ഒരു കോഴ്സ് ഉള്ളത്. മാഷാ അല്ലാഹ്. എല്ലാവരും നല്ല ഓർത്തിലാണ്. അവര് പഠിക്കട്ടെ, നമുക്ക് അറിയാം. ആണ് ലൈബ്രറി എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്പേസാണ് കേട്ടോ. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പുസ്തകങ്ങൾ ഡിസ്പ്ലേ. അത് ന്യൂ. നമുക്ക് കുറച്ചുകൂടി ബുക്സ് നടക്കാനുണ്ടല്ലേ. ഇപ്പം ഈ കാണുന്ന ഏരിയകളിലൊക്കെ നമുക്ക് ബുക്സ് കാണും. അപ്പോൾ നമ്മളുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും കുട്ടികൾക്ക് അല്ലേ അവർ പഠിക്കാനാണ്, നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ
ചെയ്യാവുന്നതാണ്. സ്കൂളിൻ്റെ കോൺടാക്റ്റൊക്കെ നമുക്കിതിൽ വെക്കണം. അക്കാഡമിൻ്റെ കോൺടാക്റ്റൊക്കെ നമുക്ക് വെച്ചുകൂടെ? മെയിലൊക്കെ ഇല്ല നമ്മുടെ മെയിൽ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമുക്ക് വെക്കണം. കാരണം ഇനിയൊരു വരവ് നമ്മൾ വരുമ്പോൾ ഇവിടെ നിറഞ്ഞ് കാണാം. നോക്കുമോ? കാരണം അവർ എൻഗേജ്ഡ് ആയിരിക്കണം. ഇത് ന്യൂസ് പേപ്പർ വായിക്കാനുള്ള അതിനുള്ളതാണത്. ഓഹോ. പിന്നെ അത് ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയും നമ്മൾ. നെറ്റ് ആക്സസ് ഉള്ള പിന്നെ പുസ്തകങ്ങളുടെ ഒക്കെ PDF അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ലൈബ്രറിയിൽ വരാം. 10 സിസ്റ്റം. ഇവിടെ എന്താ നമ്മളെ മലയാളി സാറന്മാർ എത്ര പേരുണ്ട്? മലയാളി അധ്യാപകർ 8ഓളം പേരുണ്ട് ടീച്ചേഴ്സായിട്ട്. 8ഓളം പേര്. അഡ്മിനിസ്ട്രേഷൻ മൊത്തം ടീച്ചേഴ്സ് സ്റ്റാഫുകൾ എത്ര പേര്? 22 ടീച്ചിങ് സ്റ്റാഫ് ഉള്ളത്. അഡ്മിനിസ്ട്രേഷനിൽ 6 പേരും, ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ. മൊത്തം ടീച്ചിങ് നോൺ ടീച്ചിങ് ഒക്കെ കൂടിയിട്ട് 40ഓളം സ്റ്റാഫ് ഉണ്ട്. 40ഓളം ഉണ്ടല്ലേ? ഓഡിറ്റോറിയം. ഓഡിറ്റോറിയം എന്നൊക്കെ പറഞ്ഞാൽ എത്രയത് അല്ലേ? ഇവിടെ ഇപ്പോൾ കാര്യമായിട്ടുള്ള എങ്ങനെയാണ്? ഇവിടെ പിന്നെ ഗ്രാൻഡ് പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ എല്ലാ കുട്ടികളും ഒന്നിച്ച് വിളിച്ചിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഓഡിറ്റോറിയത്തിലാണ് നടക്കുക. മീറ്റിംഗ്, അത്തരം കാര്യങ്ങളൊക്കെ. അസംബ്ലി നമ്മൾ നടുവിൽ താഴെ കോട്ടയാട്ടെല്ലാം നടത്തും. അസംബ്ലി മറ്റ് നമ്മൾ ഒഫീഷ്യൽ പ്രോഗ്രാമുകളൊക്കെ ഇവിടെ എല്ലാവരും നല്ല സൗകര്യം. വലിയ ഹാളല്ലല്ലോ. ഇപ്പോൾ നിലവിലെ നിസ്കാരം പ്രയറൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. പള്ളിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതും കൂടി നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത് അല്ലേ? കൺസ്ട്രക്ഷൻ പെട്ടെന്നാവണം. അത് ഏതാണ്ട് ഒരു വർഷം കൊണ്ട് നമ്മളാക്കൂലേ? അത്രേ ഉള്ളൂ. നമ്മൾ മുകളിലെ പിന്നെ കൊടുങ്കാറ്റ് ഉണ്ടായോണ്ടേ അവിടുത്തെ കുട്ടികളും കൂടി ഇങ്ങോട്ട് അടിയിലേക്ക് ഇറക്കി അഡ്ജസ്റ്റ് ആക്കിയതാണ്. അതായത് ഏറ്റവും മേലെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് കൊടുങ്കാറ്റ് വന്നിട്ട് ഷീറ്റൊക്കെ പോയതുകൊണ്ട് ആ കുട്ടികളും കൂടി നമ്മള് താഴത്തെ റൂമുകളിൽ 4 കുട്ടികളെ അഡീഷണൽ കയറ്റിയത്. അങ്ങനെയല്ലേ? കഴിഞ്ഞ തിരിച്ച് ഒരു റൂമിൽ മാക്സിമം 14 കുട്ടികളാണ് നമ്മളെ. ഓവർ ടൈറ്റ് ആവാതെ അല്ലേ? ഓവർ ടൈറ്റ് ആവാതെ. നിലവിൽ 19-20 കുട്ടികളുണ്ട്. സാറിപ്പോ ആൺകുട്ടികൾ മാത്രമാണ് ഇപ്പൊ നമ്മളിവിടെ കാണുന്നത്. അപ്പൊ പെൺകുട്ടികൾ നമ്മളെ പബ്ലിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെൺകുട്ടികൾക്കും അതില് ഇതുണ്ടാവും, ഹോസ്റ്റലുണ്ടാവും. ഗേൾസും ബോയ്സും ഒക്കെ ഉണ്ടാവുന്ന പബ്ലിക് സ്കൂളിൽ അല്ലാതെ നമ്മൾ അവരെ ഒഴിച്ചു വെച്ചതല്ല. അവർക്കുള്ള അവസരം നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവരണം. തീർച്ചയായിട്ടും അല്ലേ? കാരണം ഗേൾസ് കോളേജും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഗേൾസിന് മാത്രമായിട്ടുള്ള ഇത് ഇപ്പൊ ഈ റെസിഡൻഷ്യൽ സംവിധാനം പോലെ ഗേൾസിന് മാത്രമായിട്ടുള്ള റെസിഡൻഷ്യൽ സ്ഥാപനം ഇതിന്റെ പിന്നിൽ വരും. തീർച്ചയായിട്ടും സാധിക്കട്ടെ. കാരണം ഞാൻ അവിടെ വന്നിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചൊരു കാര്യം അതായിരുന്നു. അപ്പോൾ ആ ഒരു ഡൗട്ടിനും കൂടി എന്താ പറയുക ഉത്തരം കിട്ടിയത് കൊണ്ട് നന്നായി. ഞങ്ങൾ അക്കാഡമി ഫുള്ളൊന്ന് കണ്ടു വന്നപ്പോഴേക്ക് ഞങ്ങൾക്കുള്ള ചായയും ഒരു ബോണ്ട അല്ലേ? അത് ഇത് ഫ്ലവറാ, കോളിഫ്ലവർ ടൈറ്റാട്ടാ. വളരെ വളരെ ഒരു എന്താ പറയുക വല്ലാത്തൊരു സന്തോഷം അല്ലേ? ഒരു പോസിറ്റീവ് എനർജി കയറുന്നത് പോലെ തോന്നുന്നു എനിക്ക്. ചെങ്ങന്മാരെ അപ്പോൾ എന്താ ഞങ്ങളുടെ ഒരു അയൽവാസി അല്ലേ അങ്ങനെ പറയാം. കാരണം വണ്ടൂരിൻ്റെ അടുത്ത് നമ്മുടെ മഞ്ചേരിയിലൊരു സാറും കൂടി ഉണ്ട് ഇവിടെ. സാറിനെ സ്വയം സാറൊന്ന് പരിചയപ്പെടുത്തുവാണെങ്കിൽ വളരെ സന്തോഷമായി. ഞാൻ ഫിറോസ്, പിന്നെ കാരക്കുന്നാണ് വീട്. കാരക്കുന്ന കുറച്ചും കൂടി അടുത്തേക്ക് പിന്നെ മുമ്പ് വണ്ടൂര് ഗ്രേസ് പബ്ലിക് സ്കൂളിൽ വർക്ക് ചെയ്തു. അപ്പോൾ 3 വർഷമായിട്ട് നമ്മളെ ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ അപ്പുറത്തൊരു സ്കൂളുണ്ട്, HRDF പബ്ലിക് സ്കൂൾ. മലയാളി മാനേജ്മെന്റ് തന്നെയാണ്. പിന്നെ ഒരു ചാരിറ്റി ബേസ്ഡ് ഓർഗനൈസേഷനാണ്. 3 വർഷമായിട്ട് ഇവിടെ ഫാമിലിൻ്റെ കൂടെ ഉണ്ട്. ഫാമിലിയൊക്കെ ഇവിടെ തന്നെയാണല്ലേ? അപ്പോൾ നാട്ടിക്ക് വർഷത്തിലൊരിക്കൽ പോകും. ചെറിയ വെക്കേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ, വിന്റർ വെക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് പോകും. അങ്ങനെയൊക്കെ. ഇവിടെ എങ്ങനെ പിടിച്ചു പോയോ? കുഴപ്പമില്ല, സെറ്റാണ്. നമ്മൾ ഈ വാർത്തകളിൽ കാണുന്ന ബീഹാറൊന്നുമല്ല, അല്ല ഞങ്ങൾ നിൽക്കുന്ന ഏരിയ. നിങ്ങൾ കുറച്ചും കൂടി സിലിഗുരി ആ സൈഡ് എടുക്കല്ലേ? അതെ. വെസ്റ്റ് ബംഗാളിന്റെ ബോർഡറാണ്, നേപ്പാളിന്റെ ബോർഡറാണ്. ഞങ്ങൾ പോകുന്ന വഴിയാണ്, പക്ഷേ നമുക്കറിയില്ലല്ലോ. അതാണ് ഇത്. ഇവിടേക്ക് തന്നെ ഞങ്ങൾ വരാൻ ഞങ്ങൾ 150 കിലോമീറ്റർ അങ്ങോട്ട് ഓടിപ്പോയിട്ട് റിട്ടേൺ വന്നതാ. അപ്പോൾ സംഭവം അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ട നേരമായി. ഇന്ന് സാറന്മാരുടെ കൂട്ടത്തിലിരുന്ന് ഞങ്ങൾ കഴിക്കുകയാണ്. കുട്ടികളെ കഴിച്ചില്ല, അവരെ കഴിച്ചു. പൊറാട്ടയുണ്ട്, പിന്നെന്താ റൊട്ടിയുണ്ട്, ചോറുണ്ട്. അതാ ഞാനും കുക്കും പൊറാട്ടയാണ്. ഒട്ടുമിക്ക എല്ലാവരും പൊറാട്ടയാണ്. പിന്നെ ചിക്കൻ കറിയുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങളെല്ലാവരും കഴിക്കാം അല്ലേ?
ചങ്ങായിമാരെ, അപ്പോൾ ഞങ്ങൾ പറയാത്തൊരു കാര്യമുണ്ട്. ഞങ്ങളെങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തി, ഞങ്ങൾക്ക് എങ്ങനെ ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിവ് കിട്ടിയതെന്നുള്ളതല്ലേ. അതായത് ഞങ്ങൾക്ക് ഇതിനുള്ള അറിവ് തരുന്നത് അച്ചായൻ തന്നെയാണ്, നമ്മളുടെ അച്ചായൻ തന്നെയാണ്. കാരണം അച്ചായന് ഒരു 8 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു യാത്ര നമ്മളുടെ ഇന്ത്യയിലൂടെ നടത്തി. അന്ന് അവരുടെ ലക്ഷ്യം കാഴ്ചകൾ കാണുക എന്നത് മാത്രമായിരുന്നില്ല, ഇവിടുത്തെ സ്കൂളുകളിലൊക്കെ കയറിയിട്ട് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകളും അവരെടുത്തായിരുന്നു. അങ്ങനെ അച്ചായന് ഈ കുർത്തുബ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും വന്നിരുന്നു. പക്ഷേങ്കിൽ അത് മാത്രമല്ല കാരണം, അച്ചായൻ ഇങ്ങോട്ട് വന്നതിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. അച്ചായൻ്റെ വളരെ അടുത്ത ആളാണ് ഈ കുർത്തുബ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഡോക്ടർ സുബൈർ ഹുദവി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കൂടി ആ ഒരു പരിചയം, അതായത് അദ്ദേഹത്തോടുള്ള ബന്ധം കൂടി കണക്കിലെടുത്തായിരുന്നു അച്ചായനായിട്ട് വന്നിരുന്നത്. അങ്ങനെ അച്ചായനാണ് നമ്മൾക്ക് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ചും ഇവിടുത്തെ എന്താ പറയുക നന്മയേറിയ പ്രവർത്തികളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അച്ചായൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ പോകേണ്ട സ്ഥലമാണ്, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ അവിടെ അതിനെക്കുറിച്ച് ചെയ്യണം. ശരിക്കും നമ്മുടെ സാഹിബ് എന്ന് പറയുമ്പോൾ നമ്മുടെ സുബൈർ ഹുദവി സാറിനെ അച്ചായനൊക്കെ എന്നോട് പറയാറ് സാഹിബ് എന്നാണ്. അപ്പോൾ സാഹിബിനെ കുറിച്ച് മാത്രമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ വേണമെങ്കിൽ, കാരണം അത്രത്തോളം നന്മയേറിയൊരു മനുഷ്യൻ അല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഈ ഒരു നിമിഷം ഞങ്ങളിവിടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ അദ്ദേഹമല്ല, ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പറ്റില്ല, കാരണം അദ്ദേഹം ഒരു വിദേശയാത്രയിലാണ്. അപ്പോൾ സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇനി അടുത്തൊരു യാത്രയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററി വീഡിയോ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ സാറന്മാർ കാണിച്ചു തന്നായിരുന്നു. അതായത് ഏതാണ്ട് 2017 ഇവിടെ എത്തിയെന്നാണല്ലോ സാറന്മാർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ടൈമിൽ അദ്ദേഹം ഇവിടെ ഈ ബീഹാറിലെ കിഷൻഗഞ്ച് ജില്ലയിൽ വന്നിട്ട് ഇവിടുത്തെ പല വഴികളിലൂടെ സഞ്ചരിച്ചു. അതിൽ ഗ്രാമീണ വഴികളിലൂടെ സഞ്ചരിച്ചു, ഇവിടുത്തെ പല വീടുകൾ സന്ദർശിച്ചു, ഇവരുടെ ജീവിത രീതികളൊക്കെ മനസ്സിലാക്കി, ഇവർക്ക് എന്താണ് കുറവ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു. അത് ഇവർക്ക് പൂർണ്ണമായിട്ടും കിട്ടാത്തൊരു സംഭവമായിരുന്നു ഈ വിദ്യാഭ്യാസം എന്നുള്ളത്. കാരണം ചെറു പൈതങ്ങൾ വരെ ജോലിക്ക് പോവുക, പാടത്ത് പണിയെടുക്കുക, അവർക്ക് സ്കൂളിലേക്ക് അല്ലെങ്കിൽ പഠനത്തിന് വിടുന്നതിനെക്കാട്ടിലും മക്കളെ വിടാൻ താല്പര്യം ജോലിക്കാണ്. രക്ഷിതാക്കൾക്ക് പോലും അത്തരത്തിലൊരു മൈൻഡാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം, അല്ലെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസം നല്ല രീതിയിൽ കിട്ടണം എന്ന് ആ ഒരു വിഷമം, അതായത് ഒരു വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നില്ല, അവർക്ക് കിട്ടണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആ ഒരു കാരണമാണ് ഇന്ന് ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥാപനം ഇത്രയധികം നല്ല രീതിയിൽ ഇവിടെ ഇത്രയും കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ 50 കുട്ടികളുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 307 കുട്ടികളുണ്ട്. ഈ 307 കുട്ടികൾക്ക് ഭക്ഷണം, അവർക്ക് താമസ സൗകര്യം, അവർക്ക് അതിലേറെ ഉപരി നല്ല വിദ്യാഭ്യാസം എല്ലാം കൊടുത്തുകൊണ്ടാണ് അവരെല്ലാവരും ഇവിടെ അല്ലേ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു വലിയൊരു മനസ്സിനുടമ തന്നെയാണ് ഈ സാഹിബ് എന്ന് പറയുന്ന സാറിനെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ആ ഒരു വിഷമം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ എന്താ പറയുക ഈ ഒരു സ്കൂളിനെ കുറിച്ചും അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ സ്റ്റുഡൻസിനായാലും ടീച്ചേഴ്സിനെ പരിചയപ്പെടാനും നമ്മുടെ മലയാളി ടീച്ചേഴ്സിനാണ് കൂടുതലായിട്ടുള്ളത്. ഏതായാലും ഞങ്ങളുടെ നല്ല എന്താ പറയുക ഞങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും എല്ലാം ഞങ്ങളുണ്ടാവും തീർച്ചയായിട്ടും. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വേണ്ടി നാളെ വരും. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.